ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് നോക്കൂ. അങ്ങനെ നമ്മൾ കസാഖിസ്ഥാനിലാണുള്ളത്. ഗൈസ് നോക്കൂ, ഇന്ത്യയിൽ നിന്ന് നമ്മളങ്ങനെ അമേരിക്കയ്ക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ നിൽക്കുന്ന കസാഖിസ്ഥാനിലെ അൽമാട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഗൈസ് നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ പോയ കോൻസായിലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഞങ്ങൾ പോകാൻ കാരണക്കാരനായ ഒരു പയ്യൻ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2G അങ്ങനെ സംഭവം ഒരു മാപ്പുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെ ഏതാന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ യാദൃശ്യമായി അന്ന് നമ്മൾ ഭക്ഷണം വെക്കാൻ വേണ്ടി ആ ഗ്രീൻ മാർക്കറ്റിൽ പോയപ്പോഴാണ് യാദൃശ്യമായി ആ പയ്യനെ കണ്ടത്. അങ്ങനെ അവൻ മുഖേനയാണ് നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്. ഗൈസ് നോക്കൂ, അങ്ങനെ അവനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് അല്ലെ നാളെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോകും. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പേരറിയില്ല, അവനോട് തന്നെ ചോദിക്കാം. ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ പയ്യൻ. പേര് പറ. ഗൈസ് നോക്കി, ഇവരിവിടെ പഠിക്കുവാണ്. എത്ര വർഷം ഇപ്പൊ ഇവിടെ? ഫോർത്ത് ഇയർ ഇവിടെ പഠിക്കുവാണ്. നമ്മുടെ ചെറുക്കന് പിന്നെ ഡോക്ടർ MBBS ആണോ? ഡോക്ടറെ പഠിക്കുക അല്ലേ? ഗൈസ് നോക്കൂ, അപ്പൊ നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാ? അൽമറാസ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഇവിടെ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, അങ്ങോട്ട് പോകും. അതിനുശേഷം ഇവർ ഫ്ലാറ്റിലേക്ക് പോകും. ഗൈസ് നോക്കൂ, ഇവർ ഇവിടെ ഉണ്ടല്ലോ ടൂറിസ്റ്റ് അതായത് ടൂറിസം പരിപാടിയുമായ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവർക്ക് ക്ലയൻറ്റ് മലയാളികളാണ്. ഞാൻ ഇവരുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് ഇവർ നിങ്ങളെ ഇവിടെ കൊണ്ടുപോകുന്നതായിരിക്കും അല്ലേ? ഗൈസ് നോക്കൂ, വേറെ കാര്യമുണ്ട്, ഇവരെ പോലെ ഉള്ളവരെ കോൺടാക്ട് ചെയ്ത് വരുന്നതായിരിക്കും നല്ല. ഇവിടെ ഡാറ്റ ഇറങ്ങി കഴിഞ്ഞാൽ കളസം. ഗൈസ് ഇവിടെ ചെലവ് കുറവൊന്നുമില്ല, നല്ല ചെലവാണ്. എനിക്കറിയില്ല ആരാ ഇവിടെ ചെലവ് കുറവാ പൈസ കുറവാന്ന് പറഞ്ഞത്. ഇവരോട് തന്നെ ചോദിച്ചു, പൈസ കൂടുതലല്ലേ? ഇവരിവിടെ പഠിക്കുന്നവരാണ്. ഇവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാവരും ചെലവ് കുറവാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോലും ഒന്നും കൊടുക്കാത്ത അവസ്ഥയായി. ഇവിടെ എല്ലാത്തിനും ചെറിയ പൈസയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ എന്തിനാ പൈസ വയ്ക്കുന്നത് ചോദിക്കും. ഗൈസ് ഈ കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ പൈസ 1 രൂപയുടെ 5 രൂപ കിട്ടുമെങ്കിലും പക്ഷെ ഇവിടെ സാധനം കൊല്ലം അതിനനുസരിച്ച് പൈസ കൊടുക്കണം. ഒരു 250 ml വാട്ടറിന് 47 രൂപ നാട്ടിലെ കൊടുക്കണം. എണ്ണയ്ക്ക് ഇവിടെ പൈസ കുറവാണ്. ഈ രാജ്യത്തിന്റെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞ ചേട്ടൻ പുള്ളി എന്നോട് പറഞ്ഞത് എണ്ണയാണ് ഇവിടുത്തെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. ഗൈസ് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഇന്ന് ഇച്ചിരി താമസിച്ചു. ഞങ്ങൾ അങ്ങ് അപ്പുറമാണ് കിടന്നത്. അവിടുന്ന് ഒരു 100 ചില്ലറ കിലോമീറ്റർ ഓടി പിടിക്കാൻ വേണ്ടി ആകുന്ന 1 മണിക്കൂർ 1.5 അവിടുന്ന് ഞങ്ങൾ ടൗണിൽ വന്നു. അവിടുന്ന് ചേട്ടനെ പിക്കപ്പ് ചെയ്താണ് വന്നത്. ഇന്ന് നമ്മൾ ഈ സ്ഥലം എല്ലാം കണ്ടിട്ട് 2-3 പാർക്കിംഗ് കണ്ടുപിടിക്കും. അങ്ങനെ ഏതെങ്കിലും പാർക്കിംഗ് ഫിക്സ് ചെയ്തിട്ട് വണ്ടിയിലെ വിലപിടിപ്പുള്ള സാധനമൊക്കെ ചേട്ടൻ്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പെട്ടി പൂട്ടി വെച്ചിട്ട് ഞങ്ങൾ പോകും. ഞങ്ങളുടെ 1 മാസം കഴിഞ്ഞ് വരത്തുള്ളൂ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? വീട് മലപ്പുറം വണ്ടൂരാണ് പുള്ളി. എന്റെ വീട് കണ്ണൂര് അല്ലേ? പോവാ. ഗൈസ് നോക്കൂ, പുള്ളിനെ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യമല്ലേ. ഞങ്ങൾ പെട്ടുപോയതിനെ. കാരണം ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കസാഖിസ്ഥാൻ ലാംഗ്വേജും റഷ്യനും. ഈ രണ്ട് ലാംഗ്വേജും അറിയണം, പക്ഷെ നമുക്ക് റഷ്യനെ പിന്നെ അറിയണത്. ഗൈസ് നോക്കൂ, റഷ്യനാണ് ഇച്ചിരി കൂടെ ആക്സസ് വിളിച്ച് കൂടുതൽ അല്ലേ? ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇവിടെയൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇത് കണ്ടോ. ഈ കാണുന്ന ഇവിടെയൊക്കെ റഷ്യൻ ടൈപ്പ് ലാംഗ്വേജ് ഒക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ചേട്ടാ? ഇനി കുറച്ചുള്ളൂ. അവിടുന്ന് ഒരു 800 മീറ്റർ നടക്കണം. അവിടെ കണ്ടിട്ട് പിന്നെ നമ്മൾ എന്തായിട്ടാ കാണാൻ വേണ്ടി പോകുന്നത്? വാട്ടർഫോൾസ്. അത്ര വലിയ വാട്ടർഫോൾസ് അല്ല, നമുക്ക് കുറെ നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഹോട്ട് സ്പ്രിംഗ് വരെ പോകുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഗൈസ് നോക്കൂ, ഫ്രീ സർവീസ് ആട്ടോ, പൈസ ഞാൻ കൊടുക്കുകയല്ല. ഗൈസ് നേരെ പോട്ടെ. ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോണേലും പൈസ ഭയങ്കര ചീപ്പാണ്. 1700 കസാഖിസ്ഥാനും ടിങ്ക് എന്ന് പറയുമ്പോൾ എത്രയായിട്ട്? 1700 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഏകദേശം എത്രയായി? 250-300 രൂപ. ഗൈസ് അത്രേ ഉള്ളൂ. 3 പേർക്ക് വണ്ടി അടക്കം. ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ഇതുണ്ടോ, എന്റെ ആപ്പ് തുറന്നാൽ മതി. ആപ്പിന് എന്താ പറ്റി? ഗൈസ് നോക്കൂ, എത്രയാ? 1700 എന്ന് പറയുമ്പോ ഏകദേശം ചെറിയ പൈസയെ വരത്തുള്ളൂ കേട്ടോ. 1700 കൂട്ടിക്കോ. ഇതെല്ലാം ഭയങ്കര പരസ്യമാണ്. ഇതിൻ്റെ അത് കാശ് കൊടുക്കാതെ എന്ത് മേടിച്ചാലും ഇത് അനുഭവിക്കേണ്ടി വരും കേട്ടോ. 320 രൂപ. ടൂറിസ്റ്റ് പ്ലേസിലോട്ടെല്ലാം ചീപ്പാണ്. സ്റ്റേ ഫുഡ് ഗതാഗതം ഇതൊക്കെയാണ് ഇവിടെ വിഷയമായിട്ട് വരുന്നത്. നമുക്ക് നേരെ പോവാട്ടോ. അപ്രോക്സിമേറ്റ് കുറച്ച് ദൂരമുള്ളൂ. ചേട്ടാ, പോകുന്ന വഴിക്ക് മഞ്ഞ് കാണാൻ പറ്റുമോ? ഓക്കെ, കമാൻ ഗൈസ്, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തു. ലിബി വീണ്ടും വണ്ടി ലോക്കായില്ലോ നോക്കുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ഞങ്ങളെ വണ്ടിയെക്കുറിച്ച് ഞങ്ങളോട് സംശയം ചോദിക്കാണ്ട് വന്നു. സംശയങ്ങൾ പൂർത്തിയാക്കി വന്നപ്പോൾ ഒരു എസ് എഴുതി കഴിയേണ്ടി വന്നു കേട്ടോ. ഈ കാണുന്ന ഇവിടെ കൂടിയാണ് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകേണ്ടത്. ചേട്ടാ, ഇവിടെ എത്ര ദൂരം ഉണ്ട്? എത്ര ദൂരം നടക്കാം ചേട്ടാ? ട്രക്കിങ്ങാ? ഗൈസ് കുറച്ച്
ഗൈസ് കുറച്ച് ട്രക്കിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഷൂ ഇല്ല. ഞങ്ങളുടെ ഷൂ കഴിഞ്ഞ ദിവസം കുൽസായിലേക്ക് ഞങ്ങൾ അടുത്ത ലേക്കിൽ പോയപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നനഞ്ഞു. ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഉണക്കാൻ എവിടെയെങ്കിലും ഓർക്കണം കേട്ടോ, അല്ല നമുക്ക് പോകാൻ നേരത്ത് മണക്കും. പിന്നെ ഫ്ലൈറ്റിലെല്ലാം നമ്മൾ മണപ്പിച്ച് കൊല്ലും. ഗൈസ് അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷൂ ഉണക്കണം. പിന്നെ ഞങ്ങളുടെ തുണികളൊക്കെ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ ഒതുക്കണമെന്ന് കഴുകണം. പിന്നെ ഇവർ ഇന്ന് ബിരിയാണിയൊക്കെ തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് മുള്ളാണി തരുമോ? ഗൈസ് നോക്കൂ, ഇതാണ് ഇവിടുത്തെ മേളിൽ നിന്ന് വെള്ളം ഒഴിച്ചു വരുന്നുണ്ട്. ഹോട്ട് സ്പ്രിംഗിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് ഈ കിടന്നത്. ഗൈസ് നോക്കൂ, ഇത് അൽമറാസ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഏതാ? ഓ ഗൈസ്, ഈ കാണുന്നതാണ് ഹോട്ട് സ്പ്രിംഗ് കേട്ടോ. ഇങ്ങോട്ടല്ലേ നമ്മൾ പോകുന്നത്? ഈ 3 കുറ്റിയുള്ളൂ ചേട്ടാ. ഇത് വിന്റർ ടൈമിൽ ഫുള്ള് മഞ്ഞ് പെയ്യുന്ന സ്ഥലം. നിങ്ങൾ നിൽക്കുന്ന അൽമാറ്റി ഒക്കെ മഞ്ഞായിരിക്കും. അൽമാറ്റി ഗൈസ് നോക്കൂ, വിന്റർ ടൈമിൽ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്ന ഏരിയ കേട്ടോ. അപ്പം അല്ലടാ, പിന്നെ മഞ്ഞുകാലത്ത് ഇവിടെ വരുമ്പോൾ ഇപ്പൊ അടുത്ത് നമ്മൾ ക്ലാസ്സിലെ സമയത്ത് നമ്മള് -27 ഡിഗ്രി സെൽഷ്യസിൽ വരെ നമ്മൾ ക്ലാസ്സിന് പോയിട്ടുണ്ട്. -27 വരെ പോയിട്ടുണ്ട്. എന്റെ അമ്മ, എനിക്ക് ഓർമ്മയില്ലടാ. എത്ര നീ ഞാൻ ഓർക്കുന്നില്ല. നീ ഈ ആസ്ഥാനത്തുള്ള ചോദ്യം ആദ്യം നിർത്തുവാണെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഗൈസ്, ഇവിടുന്ന് ഒരു 800 മീറ്റർ നടന്ന് ഹോട്ട് സ്പ്രിംഗ് കാണാം. ഇത് അൽമാട്ടിന്ന് ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മൾ പോയ കോൺസായിലേക്കൊക്കെ ഇവിടുന്ന് ഒരു 240 കിലോമീറ്റർ അടുത്ത് പോകണം അല്ലേ? ഓൾമോസ്റ്റ് 350 കിലോമീറ്റർ ആണ്. അവിടെ സൂപ്പർ കേട്ടോ. അൽമാട്ടി അല്ല, കസാഖിസ്ഥാനിലെ ഏറ്റവും മോസ്റ്റ് ഐക്കോണിക് പ്ലേസ് അല്ലേ? അതാണോ? എനിക്കും അവിടെയാണ് നമുക്കൊരു വാം ക്ലൈമറ്റും ആണ്. അതെ അല്ലേ? ഇവിടുന്ന് 800 കിലോമീറ്റർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മഞ്ഞിന്റെ അവിടെയാണ് കേട്ടോ ഈ സംഭവം. നിങ്ങൾ കണ്ട ഈ കൊൽസായി ലേക്കില് നമുക്ക് വിന്ററിൽ ഇത് ഫുള്ള് ഐസ് ആയിരിക്കും. അതിന്റെ മേലെ അങ്ങനെ സെയിം ഒരു സ്ഥലമുണ്ട് അരുണാചലില്, സെയിം സെറ്റപ്പില്. നമ്മള് പോയിട്ടില്ലടാ. നമ്മൾ പോയിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പേരിനായിരുന്നു. നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ആ സ്ഥലം കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകും, വെള്ളച്ചാട്ടത്തിലേക്ക്. അതിനുശേഷം ഞങ്ങൾ അൽമാട്ടിക്ക് പോയിട്ട് ഞങ്ങൾ പോകുന്ന ഭാഗമായിട്ട് കുറെ സംഭവം ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഈ കാണുന്ന വെള്ളമൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടി. നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. കാലേ വെള്ളമായിരുന്നു കേട്ടോ ഇവനെ. ഇപ്പം മരിച്ചോണ്ടിരിക്കുന്നത് കാണാം. ഗൈസ് നോക്കൂ, അതായത് ഇതിലെ നടന്നു പോക്ക് ഒരു ഇച്ചിരി ലിവിനെ നീ എന്നാടേ കാണിക്കുന്നത്? കാലേ വെള്ളമായി ഗൈസ്. ഇതേപോലെ ഇഷ്ടം പോലെ ഫാമിലി ആൾക്കാരൊക്കെ ഇതിലെ പോകുന്നുണ്ട്. ഇതുകൊണ്ടോ, ഇതാണ് സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് നേരെ പോകേണ്ടത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ വഴിയിലൊക്കെ ഫുഡ് വെച്ച് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഞങ്ങളിവിടുത്തെ ചിത്രം പകർത്താനായി ആളുകൾ ക്യൂ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. നിൽക്കട്ടെ, ഞാനിവിടെ ഗ്യാപ്പിൽ അടിക്കട്ടെ. ചേട്ടൻ പറഞ്ഞ വിന്ററിൽ ഇത് ഫുള്ള് മഞ്ഞായിരിക്കും. സ്നോ, മഞ്ഞ്. ഇത് മാത്രം ഇവിടെ മാത്രം ഒരു വാട്ടർഫ്ലോ ഉണ്ടാവും, ബാക്കി ഫുള്ള് മഞ്ഞ്. ആ ഒരു രീതിയിലുള്ള സെറ്റപ്പ് ആയിരിക്കും ഇവരെ മൊത്തം. ഇവിടെ മൊത്തം ഇനിയും കയറാൻ ഈ വെള്ളത്തിന് എന്നാ തണുപ്പാന്നറിയാം. നല്ല കിടിലൻ നാച്ചുറൽ വാട്ടറാണ് ഇവിടെ. ഇവിടുന്ന് വേണം നമുക്കിങ്ങനെ കയറിപ്പോയാൻ. ഈ കയറിപ്പോകുന്ന വഴികള് ഉരുളങ്കല്ലാന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലത്തെ ഓരോ പാലങ്ങൾ കടന്നു വേണം നമുക്ക് കയറിപ്പോവാൻ. അപ്പോൾ അടുത്ത റൂട്ട് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിലേ പോവാം. ഇതല്ലേ? ഇങ്ങനെയല്ലല്ലോ എടാ. ഇവിടെയൊക്കെ ആൾക്കാർ ടെന്റ് ചെയ്ത് കിടപ്പുണ്ടോ? ക്യാമ്പ് അടിക്കലുണ്ട് സമ്മറില്. കുലുങ്ങുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ടെന്റ് കുലുങ്ങുന്നത്? ടെന്റ് കുലുങ്ങുന്നു എടോ, ടെന്റ് കുലുങ്ങുന്നതോ. ഗൈസ് നോക്കട്ടെ, ഞങ്ങൾ വിശുദ്ധ പഠനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോകുക കേട്ടോ. ഫൈനലി നടന്നു കിടന്ന് നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇനിയും പോണൂടാ. നല്ല രസമുണ്ടല്ലേ മേലോട്ട് വരാൻ നേരത്തെ? നല്ല രസം കേട്ടോ. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ കിട്ടില്ലൊരു കാഴ്ച കിട്ടും കേട്ടോ. ആൾക്കാരൊക്കെ നിക്കർ കയറി ഇവിടെ ഇരിക്കുക. ബ്രേക്ക് എടുത്താൽ തോന്നുന്നു പോകുന്നത്. ഇവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ലാൻഡ് സ്ലൈഡ് ഇഷാറിന് ക്ലോസ്ഡാ. മെയിൻ ഒരു സാധനം ഞാൻ ചേട്ടനെ കാണിച്ചത്, കേ കൂട്ടിയിട്ട് ഒരു സ്റ്റേഡിയം പോലത്തെ മഞ്ഞൊക്കെ ഇടുന്ന കേബിൾ കാറല്ലേ? ഷിംബുലാക്ക് അവിടെ മെയിൻ്റെനൻസ് ആണ്. കാരണം ഈ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ പിന്നെ മഞ്ഞ് വീഴുമ്പോഴാണോ സീസൺ? ആ ടൈമിന് കുറെ മഞ്ഞ് എക്സ്പീരിയൻസ് ആണ് ആൾക്കാരൊക്കെ പ്രാവശ്യം വന്നിരുന്നു. ഓ ഗൈസ് നോക്കൂ, ആ ഒരു ടൈമിലാണ് ഇവിടെ ലാൻഡ് സ്ലൈഡ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു കുന്ന് മൊത്തം താഴോട്ട് പോകുന്നു. നമ്മൾ നമ്മുടെ കെഷറിന്റെ ആരെങ്കിലും കാണാൻ ഇത് മൊത്തം എടുത്തിട്ട് പോയാ
അല്ലേ? ഗൈസ് നമ്മൾ വന്ന വഴികളൊക്കെ ഇതൊക്കെയാ കേട്ടോ. ഇനി ഇവിടുന്ന് എന്തേലും ഉണ്ട് ചേട്ടാ? ഒരു കയറ്റം കൂടി മൊത്തം 1 കിലോമീറ്റർ 1 കിലോമീറ്റർ 1.200 2 കിലോമീറ്റർ എടുത്ത് ആ നമുക്ക് കുറെ കയറ്റായതുകൊണ്ട് കുത്തനായ അങ്ങോട്ട് കയറ്റം, തിരിച്ചിറങ്ങാൻ നേരത്ത് കുത്തനായ ഇറക്കം. ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിങ്ങനെ ഇത് ശ്രദ്ധിക്കണേ. ഇതെന്താ ഇതെന്താ സംഭവം? അത് ഒളിഞ്ഞു പോയതാ. ഇതിലെ നേരെ നടക്കാട്ടെ. ഇതുപോലെ ഇങ്ങനെ കുറെ നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ദൂരം ഇത് നടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഓ ഇത് കുറെ നടക്കണ്ടാ, ഇനിയും നടക്കാനുണ്ട്. ഇതേപോലത്തെ ഒരു ബ്രിഡ്ജുകൾ കുറെ വരും. ഈ കുട്ടി ഇത് ലാസ്റ്റാ? ഗൈസ് അതിന് ശേഷം ഹോട്ട് സ്പ്രിങ് വരും. ഇതേപോലെ കുറച്ച് നടക്കാനുണ്ട്. അതിന് ശേഷം നല്ല കിടിലൻ ഹോട്ട് സ്പ്രിങ് കിട്ടുന്നു. അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരനോട് പറഞ്ഞ കസാക്കിസ്ഥാനിലെ ഒട്ടുമിക്ക നല്ല നല്ല സ്ഥലങ്ങളും ട്രക്ക് ചെയ്ത് പോകേണ്ട ഏരിയകളാണ് പോലെ. അപ്പോൾ നല്ല കിടിലൻ സ്ഥലങ്ങൾ കിട്ടുമെന്ന് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞ്. എത്തിയോ? എത്തി ഇവനെ എത്തി കുടം കണ്ടു 3 കുടം കാണാം. 3 കുടം കാണാൻ വേണ്ടി പോവാട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഈ കാണുന്നതാണ് ഹോട്ട് സ്പ്രിങ്. ഇത് എവിടുന്ന കേട്ടോ വെള്ളം വരുന്നത്? മേളിന്ന് വെള്ളം വരും, പിന്നെ മൂവിന്ന് മഴ പെയ്താ വരും, അങ്ങനെ കുറെ നേരം വെള്ളം വരും. വെള്ളം കിട്ടും. ഇതാണ് സംഭവം. ഇതാണ് ഹോട്ട് സ്പ്രിങ്. ഇവിടം വരെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഒരു ഇഷ്ടം. ഇതൊരു മലയാണ്. ഈ മലയുടെ സൈഡിലാണ് ഈ കാണുന്ന സംഭവം. ഇനി ഇവിടുന്ന് ട്രക്ക് ചെയ്യാനുണ്ടോ? അതായത് ട്രക്ക് ചെയ്താല് നമ്മള് കുറെ പോയിന്റ് ഉണ്ട്. അതിലിപ്പോ ഒരു പോയിന്റ് ആണെങ്കിൽ അത് ശരിക്കും ഷിംബുലാക്ക് മെറ്റുവിന്റെ അവിടുന്ന് ട്രക്ക് ചെയ്ത് തരുന്ന ഒരു ഏരിയ ആണ്. ആ ലൊക്കേഷന്റെ പേര് കോക്സൈലും ആണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പോകണ്ട് ഇവിടുന്ന് കുറെ ട്രക്ക്. അത് മാത്രമല്ല വേറെ കുറെ സ്പോട്ട് ഉണ്ട്. ഇതിന് മേലെ ഇവിടെ മെയിൻ ട്രക്കിംഗ്. അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. കസാക്കിസ്ഥാനാണ് ഇന്ത്യൻ നമ്പറാണോ കൊടുക്കേണ്ടത്? കസാക്ക് നമ്പറും ഇന്ത്യൻ നമ്പർ രണ്ട് സൈഡിൽ കൊടുത്താൽ കേട്ടോ. ബാക്കിയുള്ള ഇവിടെ വന്ന് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ചേട്ടനെ വിളിക്കുക, തിരിച്ചു പോകും. നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന ഇവിടെ ഇതാണ് മെയിൻ സംഭവം. ഈ കാണുന്ന ഹോട്ട് സ്പ്രിങ് ഇത് കാണാനാണ് നമ്മൾ ഇവിടം വരെ കയറി വന്നത്. ഇവിടുന്ന് ഡ്രോൺ പറത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രോൺ പറത്താനുള്ള സ്പേസ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പരിപാടികളാണ്. ഇതൊക്കെ വളരെ മോശമാണ്. അതല്ലടാ ആ പുള്ളി ഫോണല്ല, പുള്ളി കഴിഞ്ഞ തോന്നിയാച്ചും കണ്ടോ. അങ്ങോട്ട് ഞാൻ ചാടി കഴിഞ്ഞാൽ പണി പാടിപ്പോട്ടോ. ഇവിടെ മെഡിക്കലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? അവന്റെ കളസക്കറി കൈ കിട്ടൂലേ? ഗൈസ് ഇവിടെ നമ്മുടെ നാട്ടിലെ മരുന്നൊന്നും 1 2 കിട്ടൂല കേട്ടോ. മൊത്തത്തിൽ മേടിക്കണം. ഇതാണ് മെയിൻ സംഭവം. ഇതിന്റെ താഴോട്ട് ഇറങ്ങാടാ. അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടേ? ഗൈസ് നോക്കും, ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് വേണം. ഇവിടെ അങ്ങനെ പെമ്പിള്ളാരോ അല്ലെങ്കിൽ യുവതികൾ കുളിക്കുന്നത് വളരെ കുറവാട്ടോ. യൂതന്മാരാണ്, അതായത് പുരുഷന്മാരാണ് കുളി കൂടുതൽ. അപ്പോൾ കുളിസി കാണാനായിട്ട് ആരും വരണ്ട. നേരെ പോട്ടെ. ഗൈസ് ഇതേ 2 പട്ടിക്കുട്ടി. ഇത് മറ്റേ ചെറുതാണല്ലോ. ഇതാ മറ്റേ വളർത്തുന്നതായിട്ടെ ചെറുത്. ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ പട്ടീനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും കൈ പട്ടിയുണ്ട്. അതെ, ഇത് കഴുകി എടുക്കും ജസ്റ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ 3 4 ബാത്ത് ഉണ്ട്. അവിടുന്ന് കുളിക്കാം. അതാണ് മെയിൻ സംഭവം. ഞങ്ങൾ നേരെ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. വന്ന വഴിയേ പോകണം. ഈ കാണുന്ന ഇതിലൊക്കെ ശ്രദ്ധിച്ച് നടക്കണം. കാരണം അത്യാവശ്യം പുകയുണ്ടോ? ഈ വരുന്നതെല്ലാം ചൂടുവെള്ളം കേട്ടോ. അതെല്ലാം ചൂടുവെള്ളമാണ്. ഓഹോ അടിപൊളി. ഇനി ഇവിടുന്ന് കേട്ടോ നമുക്ക് തിരിച്ചിറങ്ങണ്ടേ. ഇനി നമ്മൾ നേരെ താഴെ പോകുന്നു. താഴെ പോയിട്ട് കാണാല്ലേ? ഇനി താഴെ പോയിട്ട് നമുക്ക് വേറെ ഒരു സ്ഥലം കൂടെ കാണാം, ഒരു വെള്ളച്ചാട്ടം. അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ആവി പോകുന്നുണ്ടോടാ? കുളി 2 കുളിയാട്ടോ. ഒത്തില്ല, ഒന്നും ഒത്തില്ല കേട്ടോ. ഒത്തില്ല. നേരെ പോട്ടെ, താഴെ എത്തിട്ട് കാണാം. ഫൈനലി ഞങ്ങൾ വണ്ടി എടുത്തെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമ്മുടെ കൂടുതലുള്ള ചേട്ടൻ അവിടെ സംസാരിക്കാണ്. ഇനി വണ്ടി എടുത്ത് നേരെ പോവാം കേട്ടോ. ഫൈനലി ഞങ്ങൾ ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം കേട്ടോ. അപ്രോക്സിമേറ്റ് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? ഗൈസ് നോക്കും, അങ്ങനെ കിലോമീറ്റർ ആയിട്ട് പറയാനില്ല, കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ വന്ന വഴിയിൽ നിന്ന് നേരെ തിരിച്ചിറങ്ങും കേട്ടോ. അതും കൂടെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അൽമാട്ടി ടൗണിൽ പോയിട്ട് ഞങ്ങളുടെ വണ്ടി പാർക്കാനുള്ള സ്ഥലങ്ങൾ നോക്കി തുടങ്ങും. ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയാലേ നാളെ സ്മൂത്ത് നമുക്ക് നാളെ ഇടാലോ വൈകിട്ടത്തേന്. അതെ, ഉറപ്പിക്കാലോ. നമുക്ക് ഏകദേശം 8 മണിക്കാണ് ഫ്ലൈറ്റ്. അതെ, നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കുതിരേനെ കാണാം കേട്ടോ. ഇവിടുത്തെ ഇവരുടെ പ്രധാന ഭക്ഷണത്തിലെ ഒരു ഇറച്ചി മീറ്റാണ് കുതിര അല്ലേ? അതിന്റെ പേരെന്നാ? ഞങ്ങൾ നേരെ പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക്. ജനസംഖ്യ വളരെ കുറവാണല്ലോ. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നല്ല ബ്ലോക്ക് ആട്ടോ. ഇതന്നെയാട്ടോ ഇത്ര ബ്ലോക്ക്.
ഓ അതിന്റെ പാർക്കിംഗ് ബ്ലോക്കാ, അടിപൊളി. ഞങ്ങൾ ടൗണിലെത്തി, ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾക്ക് പാർക്കിംഗ് നോക്കണം, അത് മസ്റ്റാണ്, ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ ഇവിടെയൊക്കെ കുറച്ച് വലിയ വലിയ ബിൽഡിംഗ് ഉണ്ട്, അത്ര വലുതായിട്ടൊന്നുമില്ല. ഹൂണ്ടായുടെയും പിന്നെ റിസ്കാൾട്ടനും അതുപോലെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതൊരു പോഷ് ഏരിയ കേട്ടോ ഈ ഒരു അൽമാറ്റിയുടെ. ഞങ്ങൾ അങ്ങനെ ടൗണിലെത്തി. ചേട്ടൻ പറഞ്ഞു ഇവിടെ നല്ല ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഷവർമ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നാണ്. ഇതുണ്ട്, ഇതൊക്കെ റഷ്യൻ ടൈപ്പ് ലാംഗ്വേജ് ആണ്. ഇതുണ്ട് കാടിന്റെ കീശ ഉണ്ട്. ഇതാടാ മറ്റേ ഇത് ഷവായി. ചേട്ടാ ഷവായി തന്നെയാണോ ചേട്ടാ? കൊള്ളൂല, നമ്മളെ പോലത്തെ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഒരു രസമില്ലാത്തൊരു സാധനം പോലും. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പ് ആണ്. ഞാനേ ഒരു സൂത്രം കാണിച്ചുതരാം. ഇപ്പം തന്നെ കാണിച്ചുതരാം കേട്ടോ. കൈസ് ഇത് കണ്ടോ, ഈ കാണുന്നത് അൽമാറ്റിയിലെ റോഡാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ബസ് കണ്ടോണേ. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ബസ്സിന് നമ്മുടെ നല്ല ട്രെയിൻ പോലെ കറണ്ട് കമ്പിയാണ്. ഇത് ചൈനീസ് വണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സാധനം. അതായത് കാറുകളൊക്കെ പോകാൻ വേണ്ടി ഈ വഴിയാണേ. ഇത് നടുക്കൂടെ ഈ കാണുന്ന ബസ് ഇലക്ട്രിക്കൽ ബസ്സാടാ. അത് തന്നെയാ, അത് തന്നെയല്ലേ? അല്ലേ? ഇത് കൂട്ട് ബസ് ഉണ്ട്. ഈ കാണുന്ന ലൈൻ ഇല്ല, ട്രെയിനിന്റെ ലൈൻ പോലെ ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ ട്രെയിനിന്റെ ലൈൻ പോലെ ഇങ്ങനെ പൊക്കിയിട്ട് കറണ്ട് എടുത്തിട്ട് പോകും. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിവിടെ റെന്റിന് കിട്ടും. സ്കാൻ ചെയ്ത് യൂസ് ചെയ്യും. ആണോ? എത്രയാ പെർ മിനിറ്റ്? ഓരോന്ന് ഇപ്പൊ ഞങ്ങള് ബൂസ് എടുക്കല് 45 രൂപ വന്നു. 45? ഭയങ്കര പൈസ കുറവാണല്ലോ അല്ലേ? പെർ മിനിറ്റിനോ? ഓ ഇപ്പൊ ഷെർലീനെ എനിക്ക് ഇവിടെ ഓർമ്മ വന്നത്. ചൈന ഈസ് എക്സ്പെൻസീവ് എന്നാണ് അവള് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കസാക്കിസ്ഥാൻ എക്സ്പെൻസീവ്. നമ്മളൊന്നും പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പിടുത്തം കിട്ടുള്ളൂ. ഞാൻ വന്ന് മെനു മനസ്സിലാക്കാൻ പാടാട്ടോ. നമ്മൾ മറ്റേ ചായ എടുക്കടാ. ഈ സാധനം ഇത് പിടിച്ചാലോ? അത് തന്നെ കഴിക്കാട്ടോ. എടുത്തോടല്ലേ ഇവനെ. ഇവിടെ ഷവർമ കിട്ടുന്നൊരു കട കേട്ടോ. ഇതാട്ടോ സാധനം. വെളിവാറിപ്പോകുന്ന തോന്നുന്ന കഴിക്കുമ്പോൾ. ഇതൊക്കെ എന്താണോ? പല സൈസ് ബ്രെഡ് അതുപോലെ സംഭവം. അവനോട് ചോദിച്ചു നോക്കാം, അവനെ അറിയത്തുള്ളൂ കേട്ടോ. ഇവരുള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ചേട്ടാ ഒരാൾക്ക് എത്ര? 10,000 രൂപ റെന്റ് അല്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് വരുന്ന എത്രയാണ്? 6 പേർക്ക് 60,000 രൂപ. ഞങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ട്. എന്റെ പൊന്നെ, ആരാ പറഞ്ഞ കർത്താവേ ഇവിടെ ചിലവ് കുറവാണ്? ഇവിടെ പൈസയൊക്കെ പഠിക്കുന്നതിന് ഇവിടെയാണ് നല്ലതാണോ പൈസ കുറവ്? ഈക്വലാണോ? പഠിക്കല് അതിന് ചെലവ് ഇവിടെയാണ്, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ചെലവ് നോക്കുമ്പോ അല്ലാത്ത എക്സ്പെൻസ് ഒക്കെ നമുക്ക് നാട്ടിൽ തന്നെ അല്ല ഇവിടെയാണ് കൂടുതൽ. ഇവിടുത്തെ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ട്യൂഷൻ എക്സ്പെൻസ് ഒക്കെ ഇവിടെ കുറവാണ്, അൽമാറ്റി കുറവാ. അല്ലാതെ ഇതേപോലെ ചില താമസം ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ ഇവിടെ കൂടുതലാണ്. മോരുമ്പെള്ളം ഇവിടെ കിട്ടുമായിട്ട് ഞങ്ങൾ ഇത്ര ദിവസം ഇത് പാലാന്ന് വിചാരിച്ച് മേടിച്ചില്ല കേട്ടോ. ഇത് മോരുമ്പെള്ളമായിരുന്നു. ഇത് ചൈന കിട്ടൂല, ചൈന മധുരം. അത് ലസ്സി പോലത്തെ സാധനം, ഇത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ സാധനം അല്ലേ? നല്ല സാധനം അല്ലേ? അടിപൊളി. ഇങ്ങോട്ട് ഇത് കണ്ടോ, ഇത് സോസേജ് അല്ലേ? ഇത് ചിക്കൻ സോസേജ്. ഇത് കോഴിയുടെ ലെഗ് കേട്ടോ. എന്റെ അത്തയിൽ ഇങ്ങനെ പപ്സ് പോലെ പപ്സ്. ഇത് ചിക്കൻ, ഇത് ബീഫ്. സാംസാന്നാണ് ഇതിന്റെ പേര്. പണ്ട് സാംസങ്ങിന്റെ ആളിലെ പോയപ്പോഴാണ് ഇത് കഴിച്ചത്. അങ്ങനെ അയാളുടെ പേര് സാംസാന്നായി. ഇതിന്റെ വലുതെന്നാ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്. ഇതെന്നാടാ 1500 രൂപയ്ക്ക് ലാഭം കേട്ടോ. നമ്മളാ ഇത്രയുള്ള പീക്കിരി ഹോട്ട് ഡോഗ് കഴിച്ച സാധനത്തിന് എത്രയായിരുന്നു? 1500 രൂപ. ഇതിന് 1500 കിട്ടും, പിന്നെ മുളക് കിട്ടും, വേറൊരു മുളക് കിട്ടും. ഇത് ഭയങ്കര ലാഭം കേട്ടോ. ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും കിട്ടും. കാരണം ഞങ്ങൾക്ക് ഇത് കഴിച്ചാലേ ജീവിച്ചാൽ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് കഴിക്കുന്നത്? കാണിച്ചു തന്നെ. കഴിക്കണേ അല്ല എങ്ങനെ കഴിക്കുന്നത്? ഇത്രയും വലിയ ഒലക്ക അത് നോക്കി അടിക്കാം. എങ്ങനെയാടാ? ഇതിലും വലുത് എങ്ങനെയാടാ? ഇതിലും വലുതുണ്ട്. ഇതിൽ അപ്പൊ കുറച്ചുകൂടി തിക്നെസ് കൂടുന്നു. കട്ടിയായിരിക്കും, നീളം കത്തായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണോ? കഴിച്ചു നോക്കിയാ. ഇത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുന്ന കേട്ടോ. ഒന്ന് പപ്പടം പോലത്തെ സാധനം. ഇത് സാധാരണ ഇതാവനെ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടത് നമ്മുടെ മൈദമാവ് പോലെ പൊറോട്ട പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുന്ന സാധനം. ഇതിന്റെ പേരെന്നാ? ഡോണർ എന്ന് പറയും. ഞങ്ങളാണ് ഇപ്പൊ ഇതിന്റെ ഓണർ. ഇതിൻ്റെ അകത്ത് മൊത്തം ചിക്കൻ, പിന്നെ ടൊമാറ്റോ, കുക്കുംബർ, മയോണൈസ്, പിന്നെ അതിൻ്റെ കൊടുത്ത് കഴിക്കാൻ 2 തരം ചില്ലി, പിന്നെ ഇതെന്തൊരു ദോശ. ഞാൻ ആദ്യം താടിയിലെത്തൂട്ടോ. ഇന്നത്തെ ദിവസം ഇനി ഒരു സാധനം വേണ്ട കേട്ടോ. ചേട്ടാ ഈ കട എല്ലായിടത്തും ഉണ്ടോ?
അല്ല ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ 2 ഷോപ്പ് നമുക്ക് അറിഞ്ഞ നമ്മള് നോർമലി പോകുന്ന ഒരു ഷോപ്പ് ഇത് ബെസ്റ്റ് ഫുഡ് പിന്നെ ഒന്ന് മെയ്ക്കസാൻ ഉണ്ട് അതും നല്ല അടിപൊളി ഷോപ്പ്. ഇത് കൂട്ടി 2 മേടിച്ചിട്ടുണ്ടല്ലേ 4 ദിവസത്തിനുണ്ടല്ലേ? പക്ഷെ മേടിക്കണമെങ്കിൽ രാത്രി ഭക്ഷണം ഉണ്ട് മറക്കണ്ട. ബിരിയാണി ഉണ്ടാക്കി തരുന്ന പറഞ്ഞിരിക്കുന്നത്. അതെ കാശ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇലക്ട്രിക് വണ്ടിയുടെ കാര്യം. ഇത് നോക്കിയാൽ ഇതിന്റെ മുന്നേ ഇത് എവിടെ ആദ്യം കണ്ടുപിടിച്ചെന്നറിയോ? സ്വീഡനിലെ. ഇത് ഇലക്ട്രിക്കൽ അല്ലേ? ആന്നേ ഇലക്ട്രിക്കൽ ട്രെയിൻ പോകുന്ന പോലെ കേട്ടോ പോകുന്നത്. നേരല്ലേ? ഞങ്ങളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഓരോ സൈറ്റുകളിൽ വന്ന് നോക്കുവാണ്. അങ്ങനെ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവരുടെ സെക്യൂരിറ്റി നമുക്ക് വേണം, ബില്ല് വേണം. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. സെക്യൂരിറ്റി ഉണ്ടോ ഇവിടെ? അവിടെ സെക്യൂരിറ്റി ഉണ്ടോയെന്ന് ചോദിക്കണം. ബില്ലുണ്ടോയെന്ന് ചോദിക്കണം. പിന്നെ 15,000 എന്ന് പറയുമ്പോൾ എത്രയാ ഒരു ദിവസം? പൈസ കുറവാട്ടോ. പക്ഷെ നമുക്ക് സെക്യൂരിറ്റിയും കൂടെ നോക്കിയാൽ മതി. 2 സ്ഥലമുണ്ട്, ഒന്ന് ഇത് പിന്നെ ഒന്ന് വേറെ ഒന്ന്. സേഫ് ആയിരിക്കും ഇവിടെ ആണല്ലേ? 1 month. Where is parking? Where parking? Oh, full camera. ഞാൻ പറഞ്ഞേ ക്യാമറ ഉണ്ടെന്നോ? ഇത് കുഴപ്പമില്ല, ഇവനെ കണ്ടെയ്നർ നിർത്തിയിട്ടാണ്. ഇവിടെ ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ. നമ്മുടെ വണ്ടി 1 മാസത്തെ ജാം ആകാതിരുന്നാ മതി അല്ലടാ. ഇവിടെ ലക്ഷറി കാറുകളൊക്കെ ഇടുന്ന കേട്ടോ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. നല്ല സേഫ് സെക്യൂർ ആയിട്ട് നോക്കൂടാ. ഒന്ന് വെറുതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിട്ട് പോവാ അല്ലേ? നമുക്ക് പിന്നെ വേറെ ഒരെണ്ണം ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അതും കൂടെ നോക്കിയേ. സേഫ് ആയിട്ട് ഇവിടെ ക്യാമറമാൻ പാർക്ക് ഒന്നുമില്ല. അതുപോലത്തെ പാർക്ക് ചെയ്തിട്ടിട്ട് പോകാൻ പറ്റിയ ഓപ്ഷനുകളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ളൂ, അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് GPS മേടിച്ചിട്ടാലോ? നമുക്കൊരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയാലോടാ, ഇലക്ട്രിക്കൽ മാർക്കറ്റില് MID ആപ്പിളിന്റെ ഒരു GPS മേടിച്ചിട്ട് ഇട്ടാക്കാം. ഓക്കെ, എമ്മയുടെ മതി അവന്. എമ്മയുടെ ആകുമ്പോ ഇച്ചിരി ചാർജും മറ്റേ സാധനമൊക്കെ നന്നായിട്ട് കേറിക്കോളും. ആപ്പിളിന്റെ കുത്തി എടാ പൊട്ട, അതിന് ചാർജ് ഒന്നും ചെയ്യൂല, ആകെ ഒരു ബട്ടണാ. മേടിച്ചാൽ മതി. ആപ്പിളിനെ മേടിക്കുന്നതല്ലേ, ആപ്പിൾ ടു ആപ്പിൾ ആകുമ്പോൾ നന്നായിട്ട് ആക്യുറസി കിട്ടും. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം കേട്ടോ. ആദ്യം ഞങ്ങൾ ഇവിടേക്ക് സംസാരിക്കട്ടെ, എന്നിട്ട് ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ടോ അടുത്ത്, അതും കൂടെ പോയി കണ്ടിട്ട് ഏതെങ്കിലും 16 മിനിറ്റ് 6 കിലോമീറ്റർ. നിന്റെ ഇത് എല്ലാം നിങ്ങളുടെ ഇവിടുന്ന് അടുത്തടുത്തല്ലേ? ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതാണ് ഏറ്റവും അടുത്ത്. ജസ്റ്റ് അതും കൂടെ നോക്കിയാക്കല്ലടാ. അല്ല ഒന്ന് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഏതാ നമുക്കൊന്ന് തീരുമാനിക്കാം കേട്ടോ. ഗൈസ് ഇവിടെ എല്ലാം ഓക്കെയാണ്, പക്ഷെ ബില്ലില്ല എന്നുള്ളൊരു കുഴപ്പമില്ല കേട്ടോ. അതാണ് ബില്ലാണ് നമുക്ക് നോക്കണ്ടേ. ബില്ല് വേണം കേട്ടോ, ബില്ല് ഞങ്ങൾക്ക് മസ്റ്റാ. 2-3 സ്ഥലം കൂടെ പോയി നോക്കിട്ട് വരാം അല്ലടാ. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവല്ലേ ഇവനെ? ആ സ്ഥലം നമുക്ക് 2-3 സ്ഥലം കൂടെ നോക്കാടാ ഇവനെ. ആ സ്ഥലം ഓക്കെയാണ്, പക്ഷെ അവര് ബില്ല് തരൂല. ബില്ലുണ്ടെങ്കിൽ നമുക്ക് ഇച്ചും കൂടെ സേഫ് ആയിരുന്നല്ലേ ഇവനെ? അതാണ് ഏറ്റവും നമുക്ക് നല്ലത്. ഇങ്ങനത്തെ ഇതിനകത്ത് പൂട്ടിക്കെട്ടി ഇടുവാനുള്ള പ്രത്യേകത പറയാം, പോലീസിന്റെ ശല്യം ഉണ്ടാവില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ കവർ ഉള്ളിടത്ത് മാത്രം നിർത്തിയാൽ മതി കേട്ടോ ഇവനെ. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് വന്നു. ഇച്ചിരി കൂടെ സ്റ്റാൻഡേർഡും കുറച്ച് സെറ്റപ്പ് സ്ഥലം കേട്ടോ. വണ്ടി കൂടുതലാണ്, CCTV കൂടുതലുണ്ട്. ഇച്ചിരി കെയറിങ് ആയ സ്ഥലമാണ്. ചോദിച്ചു നോക്കട്ടെ ഇവിടെയൊക്കെ എങ്ങനെ സംഭവങ്ങൾ എന്നുള്ള കേട്ടോ. പക്ഷെ നമുക്ക് ഉള്ളിലോട്ട് കയറ്റിവിടാൻ പറ്റൂല കേട്ടോ. ഉള്ളിലോട്ട് കയറ്റിവിടാൻ പറ്റൂല, ഇത്രയും പൊക്കമില്ല. എന്നാടാ ഗൈസ്, ഇത് അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്തു. ഒറ്റ വിദേശ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ലോ, അതാണ് ഇവിടുത്തെ ഒരു ഗുണം. ഒറ്റ വിദേശിയില്ല, എല്ലാം സ്വദേശികൾ മാത്രം. നോക്കി മാസങ്ങളായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ട് പോയ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, എന്തോരം വണ്ടികളാണ് ഇവിടെ. എനിക്ക് തോന്നി ഇച്ചിരി കൂടെ സെക്യൂരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ വിശാലമായിട്ട് എനിക്ക് തോന്നുന്നു. പോലീസിൻ്റെ ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റ്നെസ് ഉണ്ട്. മറ്റേലും ഫുള്ള് ക്യാമറയാണ്. നല്ലതാ, നല്ല ലൊക്കേഷനാണ് ഇത്. ചുറ്റും റെസിഡൻഷ്യൽ കോളനി ആയതുകൊണ്ട് നമ്മൾ പേടിക്കണ്ടല്ലേടാ. സ്റ്റാൻഡേർഡ് ആയിരിക്കും. ബില്ലും തരാറ് അയാള് ബില്ല് തരാ പറഞ്ഞിട്ടുണ്ട്. ബില്ലും കിട്ടും. ഇതാണ് ഓണറ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. പാർക്ക് ചെയ്ത സാധനം കിട്ടി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർ ചിന്തിക്കണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ട് തുണിയൊക്കെ അലക്കി വൃത്തിയാക്കി നാളെ വണ്ടി കൊണ്ട് വിട്ടിട്ട് നാളെ എന്നാ ദിവസം ഇന്നോട്ടും കൂട്ടാക്കും. നാളെ പാർക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇന്ന് നമുക്ക് പൈസ കൊടുത്താൽ നമുക്കൊരു സ്പോട്ട് ഇത് ചെയ്തിട്ട് നാളെ കഴിഞ്ഞ് കൊണ്ടുവരാം അല്ലേടാ. നൈറ്റ് അല്ലേ? 3 ദിവസത്തെ പൈസ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല. ഗുഡ് 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 ഗുഡ്. Вот твоя машина стоит. О, good.
Вот твой машина. Видел? ഗുഡ് ഗുഡ് Вот, вон, ഫുൾ ക്യാമറ കേട്ടോ. вон камера. 24 സെക്യൂരിറ്റി 24 അവേഴ്സും കൂടെ ചോദിച്ചേ. സെക്യൂരിറ്റി ഇതാ Везде, да. ഇത് 24 hours. ഞാൻ നോക്കിയപ്പോൾ 24 hours ഒരു പറഞ്ഞത്. ആ എവിടെയാ പാർക്ക് ചെയ്യാൻ സ്ഥലം തരുമോന്ന് ചോദിച്ചാടാ. ചോദിച്ചു നോക്കട്ടെ അല്ല സ്ഥലമില്ലേ. Он не пойдет туда, он не зайдет. Видишь, вверх. പുറത്താണോ ഇവിടെ തരുമോ? Не, подожди. പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വണ്ടി വലുതായതുകൊണ്ട് ഇതിന്റെ പൊത്തിന്റെ ഉള്ളിൽ കയറൂല കേട്ടോ. പുള്ളി എന്തോ നോക്കാൻ വേണ്ടി പോവാ. അളക്കുവാ. എന്നാടാ ഞങ്ങൾ സ്ഥലം ഒപ്പിക്കട്ടെ കേട്ടോ. ഒരു മലയാളീനെ കിട്ടിയത് ഇവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും. കിട്ടിയത് നമ്മുടെ ദൈവാനുഗ്രഹം കേട്ടോ. അല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് എടുത്ത് എണ്ടേണ്ട വന്നാണ്. എവിടെയാടാ ലിബി? ഈ ചെറിയ വണ്ടി അതിനുള്ളിൽ ആക്കിയിട്ട് നമ്മളെ വണ്ടി ഓരോടെ സെറ്റ് ആക്കി ഇങ്ങനെ വെക്കാൻ. എടാ താക്കോല് കൊടുത്ത് ഏൽപ്പിക്കണ്ടല്ലോ. താക്കോല് നമുക്ക് കൊണ്ടുപോകത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാങ്ക് വഴി പൈസ അയക്കും കേട്ടോ. ടാന മൊത്തം എത്രടാ? 14,000 ടാനല്ലേടാ 35 ദിവസത്തേക്ക്. ടെങ്ക് 14,000 ടെങ്ക്. നാട്ടിൽ 4,500 രൂപ 5,000 രൂപ വളരെ ലാഭം. വേറെ എവിടെയെങ്കിലും കിട്ടുമോ? നമ്മള് നമ്മള് മലേഷ്യയിൽ ഇട്ട് എത്ര വെച്ചാ ഡോളർ കണക്കിന് 36,000 46 50 രൂപ 50,000 രൂപ അങ്ങനെ മാസങ്ങളോളം കിട്ടേന്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഓക്കെ ബൈ ബൈ. പോയേക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ ആണ്, സ്ഥലം ഒക്കെ ആണ്, ക്യാമറ ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ഒക്കെ ആണ്. പിന്നെ പുള്ളിക്കാരന്റെ മറ്റേ ഐഡന്റി കാർഡ് മൊത്തം. ഇതെല്ലാം ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു കേട്ടോ. ഇത് എന്തൊക്കെയുണ്ടാ ഒന്നും ഇല്ലാതെ. ഇത് റെസിഡൻഷ്യൽ ഏരിയ. ക്യാമറ. ഇത് റെസിഡൻഷ്യൽ സ്റ്റാൻഡേർഡ് ഏരിയ കേട്ടോ. വലിയ വിഷയമൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇത്രയും പൈസ വേറെ എവിടെയും കിട്ടൂല. അതും യാഥാർത്ഥ്യ. ഇതേ നമ്പർ. നേരത്തെ എന്ന സ്ഥലത്തു നിന്നും ഞങ്ങൾ വാഹനം ഇവിടെ കൊണ്ടുവന്നു. ഈ കാണുന്ന ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അത്ര വലിയ സെറ്റപ്പ് ഹോട്ടലൊന്നുമല്ല. ആകാശം നോക്കിയേ. വഴിയിടുമ്പോൾ ഒരു ലുക്ക്, അണ്ണക്സ് ഇടുമ്പോൾ വേറെ ലുക്ക്. എനിക്ക് നോയിസ് ക്യാൻസലേഷനാണ് എൻ്റെ ചെവി. എനിക്ക് നന്നായിട്ട് മൂക്കിനും നോക്കി ഉറപ്പെടുത്തിക്കേ. ഇവിടെ ഈ ചെറിയ രീതിയിലുള്ള മോഷണങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ പറ്റുക. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നോക്കിയേ, അല്ല കുറുമ്പാട് പോലും ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോകുന്നിടത്ത് എല്ലാം ഇവർ റൂമിൽ വെക്കും കേട്ടോ. പിന്നെ തുണികളൊക്കെ ഉള്ളു, അതുപോലെ പൊക്കോട്ടെ. കുറച്ച് കീറിയ ജട്ടി, കുറച്ച് കീറിയ നിക്കറുകൾ, പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മേടിച്ച സാധനങ്ങളൊക്കെ കേട്ടോ. ഓക്കെ ആണോ? മുത്തച്ഛന്റെ പ്രായമുള്ള ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ നേരെ നമ്മൾ പോകുന്ന കത്തീഡ്രലിലേക്കല്ലേ ചേട്ടാ? ജെങ്കോ കത്തീഡ്രലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതായത് സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഓർത്തഡോക്സ് ദേവാലയമാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് കുറച്ച് നടക്കമുണ്ട്. ഞങ്ങൾ ഇച്ചിരി വൈകി വന്നപ്പം. വിഷയമല്ല. ഈ ചേട്ടൻ്റെ മുടി നല്ല രസമുണ്ടല്ലോ. ഇവർ വെളുത്ത് തുടുത്തിരിക്കുന്നുണ്ടേ. ഇതുണ്ട്, ഇവർ വെളുത്ത് തുടുത്തിരിക്കുന്നുണ്ട്. കയ്യിലെ ടാറ്റിനൊക്കെ ഭയങ്കര ക്വാളിറ്റി. അതെ എന്റെ ടാറ്റിന് ക്വാളിറ്റി കിട്ടുന്നില്ല. ഇവരെ വെളുപ്പായതുകൊണ്ട് എടുത്ത് കാണിക്കട്ടെ. നമ്മുടെ പിന്നെ ഇരുണ്ട സ്കിൻ ആയതുകൊണ്ട്. പക്ഷേ ചേട്ടാ, നമ്മളൊക്കെ നാട്ടിലെ നല്ല വെളുത്താറില്ലേ? ഇവിടെ വന്നപ്പോ അഹങ്കാരമൊക്കെ മാറി കിട്ടിയില്ലേ? അല്ലേ? ആ ഒരു ഇതങ്ങോട്ട് മാറി കിട്ടി കേട്ടോ. അതാ പറഞ്ഞ ഒന്നും കണ്ടു അഹങ്കരിക്കരുത് കേട്ടോ. ഇതാണ് ആ സാധനം. ഇത് നല്ല സാധനം കേട്ടോ. ഇത് പക്ഷെ ഓടിക്കാൻ അറിയണം. ഇവിടെ ചെന്നാലും ഇതേപോലത്തെ ബൈക്കുകളുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വുഡ് ചർച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് ആട്ടോ. അതായത് എൻ്റെ വണ്ടിയിലൊക്കെ ഉള്ള കുരിശില്ലേ, അത് ഇങ്ങനെ അതിനൊക്കെ ചിലർ പറഞ്ഞ ചാത്താൻ കുരിശ് നോക്കിയാണ്. അല്ല കേട്ടോ, ഇത് റഷ്യൻ ഓർത്തഡോക്സിൻ്റെ ആണ്. ഇത് കണ്ടോ, പഴയ ബീരങ്കി അതുപോലത്തെ സംഭവങ്ങളൊക്കെ. ഇത് കൊള്ളാലോടാ. ഇവിടെയും കൊള്ളാലോ. രണ്ടെണ്ണം ഉണ്ട്. 1907 അല്ലേ? 7 ഗൈസ് നോക്കൂ. ഇവിടെ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം. ഇതാന്ന് തോന്നുന്നല്ലേ ഗൈസ്? ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല കിടിലൻ പള്ളിയാണ്. വുഡ് കൊണ്ടുള്ള ചർച്ചാണ്. ഫുൾ പാട്ടാട്ടോ. അവിടെ എന്താണ് ചെയ്യാ? ഏത് വശത്തും നമ്മൾ ഷൂട്ട് ചെയ്യും. വേറെ പോപ്പാട്ടോ ഓർത്തഡോക്സിന്. എനിക്ക് തോന്നുന്നു ഇത് പഴയ പോപ്പാന്ന് തോന്നുന്നു. അല്ലടാ, പുതിയ പോപ്പ് ഇതല്ല. പുതിയ പോപ്പ് ഇതല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മൾ നേരെ റഷ്യക്ക് വേറെ പോപ്പാ അറിയത്തില്ല. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇതാണ് പള്ളി കേട്ടോ. ഗൈസ്, ഈ കുരിശ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ടോ, കിടക്കുന്ന കുരിശാണ് ഞങ്ങളുടെ വണ്ടിയിൽ കിടക്കുന്ന ഇതേപോലത്തെ കുരിശാണ് ഞങ്ങളുടെ വണ്ടിയിലുള്ളത്. ഇത് കണ്ടോ,
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ റഷ്യയിൽ പോകുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് സാധനം കാണിച്ചു കേട്ടോ. റഷ്യയിൽ അപ്രോക്സിമേറ്റ് നമ്മൾ 1 മാസത്തോളം നമ്മൾ റഷ്യയിലുണ്ട്, 1-1.5 മാസം ഉണ്ടാവും. ആ സമയത്ത് കറക്റ്റ് ഇതിൻ്റെ റഷ്യൻ ഓർത്തഡോക്സിൻ്റെ ഓരോ സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം എനിക്കത് പണ്ട് USSRൻ്റെ സമയത്ത് ഉള്ള സംഭവം. ഇവിടെ കുരിശിൻ്റെ വഴിയുടെയൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഓർത്തഡോക്സ് ടൈപ്പ്, അതായത് എനിക്ക് കറക്റ്റ് ഓർത്തഡോക്സിൻ്റെ ഇത് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. ഞങ്ങൾ RC ആണ്. RC ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ അതിനെ കറക്റ്റ്. ഞങ്ങളുടെ ആരാധനക്രമവും ഇവരുടെ ആരാധനക്രമവും വ്യത്യാസമുണ്ട്. റഷ്യൻ ഓർത്തഡോക്സിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, നമ്മുടെ നാട്ടിലുള്ളതിലും ഡിഫറെൻ്റ് ആണ്. ഇവരുടെ അച്ഛന്മാർ വ്യത്യാസമാണ്, ഇവരുടെ പോപ്പ് വ്യത്യാസമാണ്, ഇവരുടെ രീതികൾ വ്യത്യാസമാണ്. നീ കണ്ടിട്ടില്ലേ പുട്ടിനൊക്കെ വലിയ പിന്നെ തണുപ്പുള്ള സമയത്ത് മറ്റേ ഐസും ഇറങ്ങി കുളിക്കുന്നതൊക്കെ. വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ്. പുള്ളിയൊക്കെ വലിയ തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ജ്ഞാനസ്നാനം പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത് ആ ഒരു സംഭവം കേട്ടോ. എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പുട്ടിനൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു സംഭവമാണ് ഈ ഒരു പള്ളി. റഷ്യൻ ഓർത്തഡോക്സിൻ്റെ ക്രോസാണ് ഞങ്ങളുടെ വണ്ടികൾ, അത് ഞങ്ങൾക്കറിയാം. കൈസ് അതിൻ്റെ പേര് ഞങ്ങൾ ചാത്താങ്കുരിശൊക്കെ ഒട്ടിച്ച വണ്ടി എന്നൊക്കെ കേട്ടോ പറച്ചിൽ. ചാത്താങ്കുരിശൊന്നും അല്ല, അത് ഓർത്തഡോക്സ് കുരിശാണ് റഷ്യയുടെ. അതാണ് സംഭവം. ഞങ്ങളപ്പോൾ ഇവിടം വരെ വന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ എത്ര മണിക്കാട്ടെ ഇത് ക്ലോസ് ആകുന്നത് വല്ല അറിയാവോ? ആണോ? ഇവിടെ ഒരു പാർക്ക് പോലെയല്ലേ? ഇതൊരു പാർക്കാണ്. പാൻഫിലോ പാർക്കിലാണ് ഈ സെങ്കോ കത്തീഡ്രൽ ഉള്ളത്. ഗൈസ് നോക്കൂ, നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ടോ? ഇത് മെയിൻ അട്രാക്ഷൻ ആണ്. ആണോ? ഫുള്ള് വുഡ് ആയതുകൊണ്ട് എല്ലാരും ഇതിനെ കുറിച്ച് ചോദിക്കാണ്. ഗൈസ് നോക്കൂ, ഇതിന്റെ മേൽക്കൂര ഇതെല്ലാം വുഡാ? ഇത് ഫുള്ള് വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ആണോ? ഗൈസ് ഇതിനെ ഇതൊക്കെ വളരെ കൂളായിട്ട് പള്ളിക്ക്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് റഷ്യൻ പള്ളി കാണുന്നത്. ആദ്യമായിട്ടാണ് റഷ്യൻ ക്രോസ് കാണുന്നത് നേരിട്ട്. നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചു വന്നോണ്ട് ഇത് കാണുന്നു ഭയങ്കര ആഗ്രഹം. ഗൈസ് ഇവിടെ എല്ലാം വോളിബോൾ കളിക്കട്ടെ ആൾക്കാർ. ഇവിടെ ഫുട്ബോള്, വോളിബോള് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നല്ല നീറ്റായി വെച്ചേക്കുന്ന നല്ലൊരു കിടിലം പള്ളി. പള്ളിയുടെ ഉള്ളിൽ കാണണമെന്നുണ്ടായിരുന്നു, ഇവർ അച്ഛന്മാരെ കാണണമെന്നുണ്ടായിരുന്നു. ഒരു ക്യൂരിയോസിറ്റി. പക്ഷേ റഷ്യ പോകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. റഷ്യയിൽ ഈ ചർച്ച് ഇഷ്ടം പോലെ കാണാനുണ്ട്. നമ്മൾ തണുപ്പുള്ള സമയത്തല്ല അവിടെ ചെല്ലുന്നത് എന്നുള്ളതാണ് ആകെയുള്ളൊരു ബെനിഫിറ്റ്. ആണോടോ? ഇപ്പം തന്നെ മൈനസാന്ന് തോന്നുന്നല്ലേ? പൊതുവെ നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ. ഓരോ ഇവിടുത്തെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടോ, മാലാ കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കും കേട്ടോ. നമ്മുടെയൊക്കെ ഈ പള്ളിയിലെ അൽത്താരയിലൊക്കെ മാലാകനെ വരച്ചിട്ടുണ്ടാവും. ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കുന്നത്. ക്രിസ്മസ് ട്രീകൾ സ്കൂളാണ് കേട്ടോ. ഞങ്ങളെന്തായാലും നേരെ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ കുറച്ച് നേരം ചിലവഴിക്കും. നേരെ ഇവരുടെ ഹോസ്റ്റലിൽ അങ്ങോട്ട് പോകും. നാളെയും കൂടെ ഇവിടെ ഉള്ളൂ. നാളെ ചേട്ടൻ്റെ ക്ലാസ് ഉണ്ട്. എന്നിട്ട് നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ 2-3 സ്ഥലത്ത് പോകും. അതിനുശേഷം നാളെ കഴിഞ്ഞ് വണ്ടിയിലെ സാധനങ്ങളൊക്കെ കുറച്ച് ഇവരവിടെ എടുത്ത് വെച്ചിട്ട് ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം പുള്ളിക്കാരൻ്റെ റൂമിൽ വെക്കും. അല്ലാത്ത ഈ ജാക്കോന്റെ കാലത്തുള്ള വണ്ടി എടുത്തു. അതെ. എന്നിട്ട് ഞങ്ങൾ നാളെ കഴിഞ്ഞ് വണ്ടി അവിടെ കൊണ്ട് ഇട്ടിട്ട് നേരെ പോകട്ടോ. അതാണ് പരിപാടി. കൈസി കാണുന്ന പ്രതിമയുണ്ടല്ലോ, സെക്കൻഡ് വേൾഡ് വാറിൽ റഷ്യനെ പ്രൊട്ടക്ട് ചെയ്ത എത്ര പേര് നേട്ടാ അവരുടെ ഒരു പ്രതിരൂപമായിട്ടുള്ള ഒരു ഇത് 28 സോൾജേഴ്സിന്റെ പാൻഫിലോ പാർക്ക് എന്ന രീതി. ഗൈസ് നോക്കുക, അതായത് 2ാം ലോക യുദ്ധത്തിൽ റഷ്യനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ? റഷ്യനെ മോസ്കോ പറഞ്ഞ റഷ്യന്റെ ഭാഗമാണല്ലോ. അവരെ സപ്പോർട്ട് ചെയ്ത ജർമ്മന്റെ ആ ഇഷ്യൂ, റഷ്യൻ വാറിൽ അത് രക്ഷിച്ച ആൾക്കാർ എന്ന രീതിയിൽ ഇവരെ. ഇവിടെ USSRന്റെ കുറെ സംഭവങ്ങൾ, ഇവിടെ കെടാത്ത ദീപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ആരെല്ലാം അടക്കിയിട്ടുണ്ടോ? ഇത് കാണുന്നത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിനെ കുറിച്ചൊരു രൂപരേഖയില്ല. ഇതാ വേണ്ടി ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഓഹോ ഗൈസ് നോക്കി, ഇവിടെയൊക്കെ ആ ഒരു എന്താ പറയുക, ആ USSRന്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിൽ കസാക്കിസ്ഥാൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് അവിടെ നിന്നാണ് തോന്നുന്നത് എൻട്രി കേട്ടോ. ഇവിടെയൊക്കെ റഷ്യൻ ടൈപ്പ് ലാംഗ്വേജ് ആട്ടോ. ഓ ഇതല്ലേ? ചേട്ടാ ഇവിടെ ഇനി അടക്കിയാക്കുന്ന വല്ലാണോ? അങ്ങനെ ആയിരിക്കും അല്ലേ? ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ ഇവിടെ ഉള്ളവർ ഞങ്ങളെ നോക്കി നിരീക്ഷിച്ച് എവിടുന്ന് വന്നു നോക്കും കേട്ടോ. എല്ലാരും കൂടി നോക്കുന്നുണ്ടല്ലോ. Хорошо. No. Сколько тенге? Сколько?
എത്ര ടെങ്കിയാന്ന്? ടെങ്കി മീൻസ് എത്ര പൈസ? ഇതിന് 250 രൂപ. അപ്പൊ എത്ര വരും? 250. അപ്പോൾ ഒരു എത്ര വരും? അതിനോ 2 ന്യൂട്ട് ടെങ്കി. മാലിംഗി സ്ട്രോങ്. എന്താ രാശ തിരിച്ചു കിട്ടുമോ? ഉള്ളിപ്പോയി തിരിച്ചു കിട്ടൂല. കൈകിടാനില്ല പറ. എന്തായാലും സംഭവം No. Good. Strong. You touch. വെരി സ്ട്രോങ്. എന്താ സംഭവം? കാശിന്റെ 2 പോവല്ലേ? കാശി പഞ്ചാബ് വരെ പോകേണ്ടി വരും കിട്ടണേ. തെരുവിലാണ്. ആണോ അങ്ങനെയാണോ പറയുന്നത്? സ്റ്റീൽ. Wait. ഓക്കെ. അയ്യോ പുള്ളിക്കാരൻ കണ്ടിറക്കി പേടിപ്പിച്ചു, ഞങ്ങളും കണ്ടിറക്കി പേടിപ്പിച്ചു. രണ്ടാമത്തെ ചിന്തിക്കണ്ട, ഒറ്റയടിക്ക് തീർന്നു. പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനും എന്നാന്ന് തിരിച്ചും ഞാൻ ചോദിച്ചു എന്നാ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ സംസാരിക്കും. പുള്ളി പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കണം. പിന്നെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ കിളി മാറി. ഞങ്ങളിവിടെ രാജാക്കന്മാരാട്ടോ. മുറി ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയാവുന്ന കാരണം. ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഇല്ല, അത് കാരണം ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിവള്ളി ചെയ്താ. പക്ഷെ ഞങ്ങളുണ്ടല്ലോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഭാഷ സംസാരിക്കും. UK അവിടെ എല്ലാ ഭാഷയും അറിയാം. അല്ല, യു നോ ഹിന്ദി. ഒന്നും മിണ്ടായിരിക്കും അവിടെ ചെല്ലുമ്പോൾ. അതാണ് ഏറ്റവും നല്ലത്. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കി നമ്മുടെ ചേട്ടന്മാരുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. എൻ്റെ പൊന്നെ 3-4 നിലയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇത് കൂടുതൽ 89. എൻ്റെ പൊന്നെ വാക്മാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള ബിൽഡിങ്ങാണ്. പക്ഷെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഉണ്ട്, നല്ല നീറ്റ്നെസ് ഉണ്ട്. ആ കാര്യത്തിലൊക്കെ കേട്ടോ. കാരണം ഇങ്ങനെ എന്താ പറയുക, ഇതുണ്ട് ഇവിടേക്ക് ഇത് അടുക്കി വെച്ചേക്കണമെങ്കിൽ വൃത്തിയുണ്ട് കേട്ടോ. എല്ലാം വൃത്തിക്കാണ് സൂക്ഷിച്ചേക്കണേ. ഇത് നോക്കിയേ, ലെറ്റർ ബോക്സ് ആയിട്ടാ. നല്ല സ്മെല്ല്. ഇപ്പൊ പെയിന്റ് അടിച്ചോളൂ. നല്ല പെയിന്റ് അടിച്ച മണം. നല്ല നീറ്റാട്ടോ, നല്ല കിടുന്ന സ്ഥലമാണ്. ഗൈസ് നോക്കൂ, നേരെ നമ്മൾ കയറുന്നു. ഇതാണ് ഇവരുടെ റൂം. ഇതെന്തെന്നാ വക്കീലിന്റെ റൂം പോലെ ഫുൾ ബുക്കാണല്ലോ. ഗൈസ് നോക്കൂ, നമ്മളേതോ വക്കീലിന്റെ ഓഫീസിൽ ചെന്ന പോലെ ഫുള്ള് ബുക്കുകളാട്ടോ. എനിക്കൊന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന ബുക്കാണ് കേട്ടാ. ഇതിവിടെ നിങ്ങൾ റെന്റ് തന്നപ്പം തന്നാ റഷ്യക്കാർ വായനക്കാരാണോ? ഗൈസ് ഇതൊക്കെ റഷ്യൻ ബുക്കുകളാട്ടോ. ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കട്ടെ. ഇതെന്താ സാധനം? ഇഷ്ടംപോലെ പുസ്തകങ്ങളാണ്. ഓരോ വോളിയാണ്. ഒരു വായനക്കാരല്ലേ? അയ്യോ പറയാൻ പറഞ്ഞു. പേരെന്നാ? വീട് മലപ്പുറം. എവിടെയാ? കരുവാരക്കുണ്ടോ? ചേട്ടൻ്റെ വീട് എവിടെയാ? വീട് എവിടെയാ? കാസർഗോഡ്. ഒരാൾ കാസർഗോഡാ? കാസർഗോഡ് എവിടെയാ? ഉപ്പള. ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ? സുള്ളിയ, കർണാടക. പേര്? ബിലാൽ. നിങ്ങൾ ഇത്രയും പേരുള്ളോ? ഗൈസ് നോക്ക്, ഇവർ 2 പേരും കൂടെ വരാണ്ട്. ഇവിടുത്തെ സെറ്റ് ഒക്കെ അടിപൊളിയാട്ടോ. നല്ല സെറ്റപ്പ് ഒക്കെയാണ് ഇരിക്കാനുള്ള സംവിധാനം. പക്ഷെ റൂമിനുള്ളൊക്കെ ഭയങ്കര തണുപ്പല്ലേ ചേട്ടാ? ഇരിക്കാൻ പറ്റൂല. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും സുഖമായിരിക്കും. അല്ലല്ലോ അപ്പുറമാണ്. ഈ കാണുന്ന ഇതിന് ഇവർ 60,000 രൂപ പേയ്ണ്ട് കേട്ടോ. നാട്ടിലെ മണി. ആരുടെ ഇവിടെ പറഞ്ഞേ ഏറ്റവും പൈസ കുറവാന്ന് അല്ലേ? അവരുടെ കിച്ചണിലാണ്. എവിടെ ചെന്നാലും എവിടെയെങ്കിലൊക്കെ കയറി പറ്റണം എന്നുള്ള ഞങ്ങളൊരു ആഗ്രഹം അല്ലേ ഇതിനെ? അതെ. അങ്ങനെ ഞങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ബിരിയാണി. അപ്പൊ ആ ചിക്കൻ ബിരിയാണിക്കുള്ള മിസ്സമ്പിളുകൾ ഓരോന്ന് അന്വേഷിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? തൗസീഫ് ഖാൻ. ഒരു നല്ല കുക്കാന്ന് പറഞ്ഞത്. അപ്പൊ പുള്ളിയാണ് ബിരിയാണി വെക്കുന്നത്. പൈസ. അപ്പൊ ഞങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര ചെയ്തതിന് ശേഷം പിന്നെ വരെ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കും ബിരിയാണി കഴിക്കാനുള്ള നല്ലൊരു പൂതിയുണ്ട്. അപ്പൊ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ഏതാനും നിമിഷം കൂടെ ആവും. അപ്പൊ എല്ലാം അരിഞ്ഞ് സെറ്റപ്പ് ആകും കേട്ടോ. ഇവിടെ എത്ര ഈ ഉള്ളിക്ക് എത്ര കിലോ? ഉള്ളിക്ക് 80, 50 10 റുപ്യ 15 റുപ്യന്റെ ഉള്ളിൽ. ഇതിനാ നാട്ടിലത്തെ ഒരു 15 റുപ്യ. ഇന്ന് നിങ്ങൾ തക്കാളി വാങ്ങി എത്രയാ? തക്കാളിക്ക് 800 അല്ല, 800 ടെങ്കി അല്ലേ? നാട്ടിലത്തെ ഒരു 200.
നമുക്ക് പാർക്കിംഗ് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും കേട്ടോ. പാർക്കിംഗ് ഞങ്ങള് മലേഷ്യയിലൊക്കെ നല്ല പൈസ കൊടുത്താണ് പാർക്കിംഗ് ഒന്ന് ചെയ്തത്. ഏകദേശം നാട്ടിൽ 5000 രൂപയ്ക്ക് കണ്ട് കിട്ടി ഇവിടെ. ആ ഒന്നും കൂടെ മോൻ കറിപ്പിച്ചാൽ നിശ്ചയം കൊണ്ട് പൈസ കുറഞ്ഞാനെ. അല്ലേ? അല്ല 3200 സംതിങ് 3000 എത്ര ആയിട്ടുള്ളൂ? 14,000 ഉണ്ടെങ്കിൽ പറയുമ്പോ 3000-നുള്ളിലാണ്. 3000 രൂപ കിട്ടിയെന്നല്ലേ? അല്ലേ? 3000-നുള്ളിലായിട്ടുള്ളൂ. അല്ലേ? നോക്കി, ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതരം കിണ്ടിയാട്ടോ. ഇത് ഇവിടുത്തെ മേടിക്കുന്നുണ്ട്, ഇവിടുത്തെ പാത്രം. ഇതിനാണ് പേര് പറയുന്നത് അലുമിനിയാണ് കേട്ടോ. അലുമിനിയം അല്ലേ ഇത്? ഇരുമ്പാ മോനെ? അലുമിനിയം അല്ലത്, ഇരുമ്പാടോ? വേറെ അങ്ങനത്തെ എന്താ അലുമിനിയത്തിന്റെ മാത്രം വേറെ ഉണ്ട് നമ്മുടെ പക്ഷെ ഇവിടുത്തെ മറ്റേ റൈസ് ഉണ്ട്, ഫ്ലോവും കാര്യമൊക്കെ. കൊറിയൻ കിച്ചൺ പോലത്തെ. ഇത് അലുമിനിയം. ഇത് കൊറിയൻ കിച്ചൺ പോലത്തെ സെറ്റപ്പ് അല്ലേ? ചെറിയൊരു കിച്ചൺ. ഇവിടുത്തെ ഫ്രിഡ്ജ് നോക്കിയാ, ഇത് ഏതാ കമ്പനി? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. ഇൻഡസെറ്റ്. എല്ലാം സെറ്റ് ആയിരിക്കും. ഇതെങ്ങനെയാണോ? മറ്റേ സ്ലൈസ് ആയിട്ടാണോ അരിയേണ്ടത് അല്ലെങ്കിൽ 4 ആയിട്ടാണോ? എങ്ങനെ? ഇതാണ് ഇവിടുത്തെ പ്ലഗ് കേട്ടോ. വളരെ സൂക്ഷിക്കണം. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ 2 പ്ലഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. മൾട്ടി ഇത് കുത്തുന്ന യൂറോപ്പ് പോകുമ്പോൾ ഇത് അത്യാവശ്യമാണ്. ഇവിടുത്തെ കണ്ടോ സെറ്റപ്പ് കണ്ടോ? ഇതിനെന്നാ ഇവിടെ പറയുന്നത്? യൂണിവേഴ്സലോ എന്നാ വല്ല അറിയാവോ? യൂറോപ്യൻ പ്ലഗ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങളിൽ ബിരിയാണി റെഡിയാണെന്നാണ് മിസ്റ്റർ കോയ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ബിരിയാണി കോയ ഒരു തകർപ്പൻ ബിരിയാണി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 3 പ്ലേറ്റ് ബുക്കാണ്. അല്ല എന്നോട് ഏട്ടൻ പറഞ്ഞ റിവ്യൂ എന്തായാലും പറയുന്നതാണ് അല്ലേ? നന്നായിട്ട് പറയുന്നത്. എത്ര ടങ്കി കൈ വെക്കുന്നോ കൈ താഴ്ന്നതനുസരിച്ച് ഇവിടെ പൊങ്ങി പൊങ്ങി നിന്നെ പൊക്കി അറിയാലോ. ഇതാണ് ഇവിടുത്തെ ചായപ്പൊടി. ഇവിടുത്തെ ചായപ്പൊടി. ഇത് ഏതാ? കെനിയ. കെനിയെന്ന് തോന്നാ. കെനിയൻ പാരഷൂട്ട്. ഇവർ മലയാളികളായതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പാരഷൂട്ട് അതുപോലെയുള്ള നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതെന്നാ? ഡാർജിലിംഗ് ടീ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാം. ഡാർജിലിംഗ് മറ്റേ ഇവിടെ വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലം എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കാണാം. ഞാൻ കണ്ണന്തേവൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അഹമ്മദ് ടീന്റെ ഒരു ഇവര് ഇതേപോലെ ഇത് കെനിയൻ ടീ അല്ലേ? അതേപോലെ ഓരോ സ്ഥലം 1 കിലോ അരിക്ക് എത്ര? അതെനിക്കറിഞ്ഞ 1 കിലോ അരി എത്ര ടെങ്ക്? എത്രയാ? 600 ബസ്മതിക്കോ? 1 കിലോയ്ക്കോ? അപ്പൊ എത്രയാടാ? എന്റെ അമ്മേ, നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. ഈ ഹോസ്റ്റലൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾ സ്വന്തം കുക്കിംഗ് കൂടെ അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ ഒരു ഡോക്ടർ ആകട്ടെ. കാണുന്നത് ഗ്യാസ് പൈപ്പ്. അവിടെ ഗ്യാസ് പൈപ്പിലാണ്. പിന്നെ ചൂടുവെള്ളം ഇല്ല കേട്ടാ. ഇവിടെ വിന്റർ ആയതുകൊണ്ട്, വിന്റർ കൂടുതലാണല്ലോ. അപ്പം വിന്റർ കൂടുതലായതുകൊണ്ട് ചൂടുവെള്ളം എപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ് വരുന്നത്. ഗവൺമെന്റിനാണോ? അതൊക്കെ നമ്മൾ കറണ്ട് ബില്ല്, ഗ്യാസിന്റെ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, അതൊക്കെ ഒറ്റ ബില്ല. മൊത്തത്തിൽ ഒറ്റ ബില്ല. ഇവിടെ എത്ര മാസം? 6 മാസം നടുപ്പ്? 6 മാസം ഇതുവാ അല്ല 8 മാസം നടുപ്പ്? എങ്ങനെയാ? മഞ്ഞ എത്ര മാസം വീണ് കൊടുക്കും? നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒരു ഏകദേശം 6 മാസം. അതിന്റെ ഭാഗമായിട്ടുള്ള കോട്ടൊക്കെ ആട്ടെ അവർ കാണുന്നത്. ഇത്രയും വലിയ കട്ടിയുള്ള കോട്ടൊക്കെ ഇട്ടാണ് ഭയങ്കര സ്ട്രെങ്താ. പീക്ക് ലെവലാ അല്ലേ? നമുക്ക് ആകെ ഇവിടെ പാർക്കിങ്ങിനായ 2636. അത് ഭയങ്കര ചീപ്പാട്ടോ. തിരിച്ചു കഴിയുമ്പോൾ എല്ലാം ഉണ്ടാവുമായിരിക്കും അല്ലേ? ദൈവത്തിനറിയാം. സെക്യൂർ ആയിരിക്കും. സെക്യൂർ ആയിക്കോട്ടെ. ഇവിടെ കുറെ പേര് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഇവർ ഗാർബേജ് യൂസ് ചെയ്യുന്ന ബാഗുകളാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ രാവിലെ വേസ്റ്റ് എടുക്കാൻ വരുമോ? അത് വീട്ടിലല്ല, അവിടെ മെയിൻ വേസ്റ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും. ഇവിടെ മീറ്റ് എക്സ്പെൻസീവ് ആണോ? മീറ്റാ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന മീറ്റ് ഏതാ? കുതിര അല്ലേ? ഗൈസ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ട്രഡീഷണൽ ഫുഡ് തന്നെ ഫോഴ്സ് മീറ്റ് ആണ്. പിന്നെ 1 കിലോ ചിക്കൻ എത്ര ഇവിടെ അറിയാമോ? 1 കിലോ ചിക്കന്റെ വില എന്ന് പറഞ്ഞാല് ഓരോന്നിനും വില. ഇപ്പൊ നമുക്ക് തൈ പീസ് വേണോ, അതായത് ഫുള്ളായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഫുൾ ചിക്കൻ എത്രയാ? മാർക്കറ്റിൽ 1290, 1300 ടെങ്കയാ. അപ്പൊ ഇന്ത്യൻ മണി കറക്റ്റ് പറഞ്ഞാല് 1 കിലോയ്ക്ക്. 1 കിലോ. മട്ടന് പൈസ കുറവും ബീഫിന് കൂടുതലും അല്ലേ? ബീഫിന് എത്രയാ? ബീഫിന് എത്ര? 3000. അല്ലല്ല 2800 മട്ടന്, 3000 ബീഫിന്. ലിവറിന് ഇപ്പൊ ബീഫിന്റെ ലിവർ ആണെങ്കിൽ 1500 ടെങ്കയാ.
പൈസ കുറവാണ്. പൈസ കുറവാണ്. അപ്പൊ എല്ല് മേടിക്കുവാണെങ്കിലോ? എല്ല് എത്ര 200 300 ടെങ്ക. 300 ടെങ്ക. എല്ല് കറി നിങ്ങൾ വെക്കുവോ? എല്ല് എപ്പോഴെങ്കിലും നമുക്ക് ആ എല്ല് കഴിക്കണം എന്ന് തോന്നിയാല് അല്ലാണ്ട് അതിനെ വാങ്ങിച്ചാലേ 2 യൂസ് ചെയ്യും. പുള്ളി അതിനെ തലോട് കേട്ടോ നോക്കി. പുള്ളി അതിനെ വേറൊരു മൂഡിലേക്ക് എത്തിക്കുകയാണ് അതിനെ. കഴിച്ച് നോക്കൂ. ഫൈനലി നമ്മുടെ ബിരിയാണി റെഡിയായി. ലിബിൻ അവിടെ കഴിക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. ആഹാ ഹായ്, നല്ല ഒന്നാന്തരം കിടിലൻ ബിരിയാണി, നല്ല എരിവുള്ള സാധനം. ഇവിടെ വന്നിട്ട് നല്ല എരിവുള്ള സാധനം കിട്ടി കേട്ടോ. ഇത്ര ദിവസം മധുരമുള്ള സാധനമായിരുന്നു, അപ്പോൾ അത് എരിവായി മാറിയിരിക്കുന്നു. കൊള്ളാം കേട്ടോ. ഞങ്ങൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും നാട്ടിലെ സമയം 3 മണിയായി വെളുപ്പിന്. അല്ലേടാ? നാളെ രാവിലെ ചെറിയ ആവശ്യമുണ്ട്. അതെ, അല്ലേ? കഴിച്ച് നോക്കുക. എന്തായാലും ഇനി കഴിക്കട്ടെ കേട്ടോ.